നമസ്കാരം കൂട്ടുകാരെ. നമുക്ക് ഇന്നൊരു കേരള സ്റ്റൈൽ ബിരിയാണിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടത് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്യാം. ഓക്കെ, ചിക്കനകത്ത് കുറച്ച് ഉപ്പിടുന്നു, മഞ്ഞപ്പൊടി ഇടുന്നു, കശ്മീരി ചില്ലി ഇടുന്നു, കുറച്ച് മല്ലി പൗഡർ ഇടുന്നു, പിന്നെ കുറച്ച് ചിക്കൻ ബിരിയാണി മസാല ഇടുന്നു. എന്നിട്ട് നല്ലതായിട്ട് നമുക്ക് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാം. നല്ലതായിട്ട് നമുക്കൊന്ന് കുഴയ്ക്കാം. നല്ലതായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം ഇതിനകത്ത്. അതിനുശേഷം ഞാൻ എയർ ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത്. ചിക്കൻ നമുക്ക് നല്ലതായിട്ട് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ നമുക്ക് ആഡ് ചെയ്യാം, വേസ്റ്റ് ഓയിൽ. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജീരകശാല റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 1 kg ആണ്. അത് നമുക്കൊന്ന് കൊഴുത്ത് വെള്ളത്തിൽ ഒന്ന് കഴുകി നല്ല വൃത്തിയായിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് നെയ്യിടാം. നെയ്യ് ഇടതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, ബിരിയാണി എല്ലാം നമുക്കൊന്ന് ആഡ് ചെയ്യാം. അത് നല്ലതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് റൈസ് ഇടാം. കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് എടുത്തു. ഞാൻ ഇതിനകത്തൊരു 3.5 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എടുക്കുന്നു. നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു 3.5 ഗ്ലാസ്, അതിൽ കൂടുതൽ ഒഴിക്കേണ്ട കാര്യമില്ല. ഓക്കെ,
രണ്ട് നല്ലതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, നല്ലതായിട്ട് ചെയ്യുന്നു. ഉപ്പ് ഞാൻ പറഞ്ഞ പോലെ ഉപ്പ് ആഡ് ചെയ്യുന്നു. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ട ഞാനൊരു 4-5 തക്കാളി എടുത്തിട്ടുണ്ട്. അതിനകത്തൊന്ന് നമുക്ക് പിന്നെ നമുക്ക് ഇതിനകത്ത് 5 1 ഉള്ളി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. തക്കാളി വളരെ കുറച്ച് സാധനങ്ങൾ മതിയല്ലോ നമുക്ക്. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം, വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. ഇത് നമുക്ക് ഫ്രൈക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ബിരിയാണിക്ക് പൊതുവേ നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, മല്ലിയില ആൻഡ് പിന്നെ മിൻറ്റിൻ്റെ മിൻറ്റ് ലീഫ്, ഇത്രയും സാധനങ്ങൾ മതി നമുക്ക്. വളരെ കുറച്ച് സാധനങ്ങൾ മതിയല്ലോ. ഓക്കെ, തക്കാളി ഞാൻ 2 മീഡിയം സൈസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ എടുത്തിരിക്കുന്ന 5 ഉള്ളിയിൽ 1 ഉള്ളി എടുത്തിട്ടാണ് ഞാൻ ഈ സവോള എടുത്തിട്ടാണ് നമ്മളുടെ നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ അത് നമ്മളിട്ടതിന് ശേഷം നമുക്ക് ഈ ഉള്ളി ഞാൻ എന്താണ് എയർ ഫ്രയർ ഫ്രൈ ചെയ്യാണ്. വളരെ ചെറുതായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതാകില്ല, ഫ്രൈ ആകില്ല. നമുക്ക് ഇഞ്ചി നമുക്ക് കട്ട് ചെയ്യാം, ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. ഇതൊരു ഡൽഹി സ്റ്റൈല് ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് തക്കാളി എടുക്കാം. തക്കാളി നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. വെളുത്തുള്ളി നമുക്ക് എടുക്കാം. വെളുത്തുള്ളി നമ്മൾ ഒരു 3-4 വെളുത്തുള്ളി എടുത്താൽ മതി. പച്ചമുളക് എരിവനുസരിച്ച് കേട്ടോ, ഞാൻ 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. മല്ലിയിലയും മിൻറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
കുറച്ച് എണ്ണ ഒഴിക്കുന്നു. നെയ്യാണ് ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി, ഉണക്ക മുന്തിരിയൊക്കെ വറുത്തെടുക്കാം. നമ്മളിത് വളരെ ക്വാണ്ടിറ്റി കുറവാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നെയ്യിൽ തന്നെ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞാൻ നെയ്യാണ് എല്ലാ ഇതിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നെയ്യിൽ തന്നെ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടൊരു സ്മെല്ല് വരും. അതായത് ബിരിയാണിയുടെ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു റിച്ച്നെസ് കാണണമെങ്കിൽ നമുക്കത് നമ്മൾ നെയ്യിൽ ചെയ്യുമ്പോൾ നമ്മൾ വരുന്നുണ്ട് കൂടുതൽ. അപ്പം നമ്മളുടെ ഇത് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ലതായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കത് മാറ്റാം. ഇതിനകത്ത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ഇടുന്നു, പച്ചമുളക് ഇടുന്നു, സവോള ഇടുന്നു. നല്ലതായിട്ട് നമുക്ക് വഴറ്റുന്നു. അത് സാധനം നല്ലതായിട്ട് വഴണം. അല്പം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴഞ്ഞിട്ട് കിട്ടും. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടാം, മല്ലിയില. ഉപ്പ് ഞാൻ ആഡ് ചെയ്യണം. അടുത്ത കുറച്ച് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. നല്ലതായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം. വഴണ്ടിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കശ്മീരി ചില്ലി ഇടാം, ഇനി നമുക്ക് ചിക്കൻ മസാല ഇടാം. നമ്മൾ ബിരിയാണി മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിക്കൻ മസാല ഞാൻ ഇട്ടിട്ടില്ല. ആദ്യം കുറച്ച് ഞാൻ ചെറുതായിട്ടിട്ടുള്ളൂ. ഇത് നമ്മൾ മൊത്തം ഇതാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലി, കുറച്ച് കുരുമുളക്, കുറച്ച് ജീരകം. നമുക്ക് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതായിട്ട് വഴറ്റാം. കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. മല്ലിയിലയും മിൻറ്റ് ലീഫും ഒക്കെ ഇടാം. നല്ലതായിട്ട് മണം വരുന്നുണ്ട്. മസാലയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്.
നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ചിക്കൻ ആഡ് ചെയ്തു. നല്ലതായിട്ട് വഴറ്റിയെടുക്കുന്നു. ചിക്കൻ നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യും. ഒത്തിരി ഒഴിക്കരുത്, കുറച്ച് ഒഴിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ചിക്കനെല്ലാം ചേർത്ത് പിന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കുറച്ച് വെള്ളം, അതായത് ആ ഗ്രേവി ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് തരിക്കുന്നത്. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഒന്ന് വേണമെങ്കിൽ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് എടുക്കാം. ആയിട്ടുണ്ട്. നമുക്കിപ്പം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ദം ചെയ്യാം. നമ്മൾ റൈസ് ഇടുകയാണ്. ഞാൻ ലെയർ പോലെയാണ് ഇടാറ്. എല്ലാവരും ഇടാന്ന് ചിലർ ഫുള്ളായിട്ട് അടിയിലിടും. പക്ഷെ ഞാൻ ലെയറായിട്ട് 2-3 ലെയറായിട്ടാണ് ആദ്യം ചിക്കൻ, കുറച്ച് റൈസ്, പിന്നെ അങ്ങനെയാണ് ഞാൻ ഇടുന്നത്. അതിനകത്ത് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. കുറച്ച് നെയ്യ് ഒഴിക്കുന്നു. പിന്നെ നമ്മൾ ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഫ്രൈ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചിക്കൻ ആഡ് ചെയ്തു. ഫുള്ളായിട്ട് നമ്മളെല്ലാം ആഡ് ചെയ്തു. മല്ലിച്ചപ്പും എല്ലാം ആഡ് ചെയ്തു. നെയ്യെല്ലാം ഇട്ടു. ഇനി നമ്മളൊരു 15-20 മിനിറ്റ് നമ്മൾ ദമ്മിൽ വെക്കും. ഞാനൊരു നനഞ്ഞ ഒരു ഡസ്റ്റർ ആണ് ഞാൻ ചെയ്യുന്നത്. സിമ്മിൽ വെച്ചിട്ടാണ് ഫുള്ള് ചൂടിലെല്ലാം അടച്ചു വെക്കുന്നു. ഒരു നനഞ്ഞ തുണിയാണ് ഞാനിടുന്നത്, ഒരു ഡസ്റ്റർ. നല്ലതായിട്ട് കവർ ചെയ്യുന്നു. ഇനി ഒരു 15-20 മിനിറ്റിനുള്ളിൽ ബിരിയാണി റെഡിയാവും. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് നല്ല മണം വരുന്നു. എൻ്റെ കേരള ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. Thank you so much.